السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بك وما توفيقي إلا بك وما توفيقي إلا بك وعليك توكلت وإليك أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا سندي يا رسول الله. خذ بيدي قلت حيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله مولانا العلي العظيم. وقال سيدنا وسندنا ومصطفانا ومنجينا وهادينا ومرشدنا وقرة أعيننا وثمرة فؤادنا وقطعة كبدنا وراحة قلوبنا محمد صلى الله عليه وسلم يقول في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. صدق وصدق وبلغه رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രൗഢവും അനുഗ്രഹീതവുമായ ഈ വേദിയുടെ സമാദരണീയനായ അധ്യക്ഷൻ സയ്യിദ് ഷബീർ തങ്ങൾ, ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സയ്യിദ് VTS ശിഹാബ് തങ്ങൾ, ഭക്തിനിർഭരമായ പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച സയ്യിദ് ഉമർ അലി തങ്ങൾ, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഉസ്താദ് നാസർ ഫൈലി കൂടത്തായി, പ്രമേയ പ്രഭാഷണം നിർവഹിച്ച ആദരണീയരായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള സമാദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ സയ്യിദുമാർ, സ്നേഹസമ്പന്നരായ കാരണവന്മാർ, നല്ലവരായ ഉമറാക്കൾ, ഈ കണ്ണിയത്ത് ഉസ്താദ് നഗരിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും കർമ്മോത്സുകരായ പ്രവർത്തകർ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നല്ലവരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള പ്രവാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതുപോലെ ഇതിലുപരി സന്തോഷത്തോടുകൂടി നാളെ അവന്റെ ജത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമായി തിരിച്ചറിയാനും അത് ഉൾക്കൊള്ളാനും അസത്യം അസത്യമായി തിരിച്ചറിയാനും അതിനെ തിരസ്കരിക്കാനുമുള്ള തൗഫീഖും സൽബുദ്ധിയും അല്ലാഹു നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിവന്ദരായ നാസർ ഫൈലി ഉസ്താദിന്റെയും സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളുടെയും പ്രൗഢോജ്വലങ്ങളായ രണ്ട് പ്രഭാഷണങ്ങൾ
സമകാലിക സംഭവവികാസങ്ങളെ മുഴുവൻ സ്പർശിച്ചുകൊണ്ട് വളരെ വിശദമായ 2 പ്രഭാഷണങ്ങൾ നടന്നുകഴിഞ്ഞ ഈ വേദിയിൽ ആമുഖങ്ങൾ ദീർഘമായി നടത്താതെ നേരെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ലോകത്ത് വിവിധ മതങ്ങളും വിവിധ ഇസങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ മതങ്ങളും ആ ഇസങ്ങളുമൊക്കെ തങ്ങളുടെ അനുയായികളുടെ അല്ലെങ്കിൽ മാനവകുലത്തിന്റെ വിമോചനമാണ് അവകാശപ്പെടുന്നത്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ മതങ്ങളിൽ നിന്നും ആ ഇസങ്ങളിൽ നിന്നും വിഭിന്നമായി അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ ഒരേ ഒരു മതം ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ ഒരേ ഒരു മതം പരിശുദ്ധ ഇസ്ലാമാണ്. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖാത്തിമുൽ അംബിയ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,00,000-ൽ പരം അംബിയാക്കൾ ലോകത്ത് പ്രബോധനം ചെയ്തതും പ്രചരണം നിർവഹിച്ചതും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ആ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കാൻ കടന്നു വന്നിട്ടുള്ള പ്രവാചക പരമ്പരയിലെ അന്തിമ കണ്ണിയായിരുന്നു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരോടുകൂടി ലോകത്ത് പ്രവാചകരുടെ ശൃംഖല അവസാനിച്ചു, അവരുടെ പരമ്പര അവസാനിച്ചു. ഇനി ഈ ദീൻ പ്രബോധനം ചെയ്യാൻ മറ്റൊരു പ്രവാചകന് കടന്നു വരാനില്ല. ആ പ്രവാചകൻ ഏതാണ് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ വഴി, ഏതാണ് സത്യത്തിന്റെ വഴി, ഏതാണ് നേരിന്റെ വഴി, ഏതാണ് വിജയത്തിന്റെ വഴി എന്ന് വളരെ കൃത്യമായി നമുക്ക് വരച്ചു കാണിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരുപാട് മതങ്ങൾക്കിടയിൽ പരിശുദ്ധമായ ദീനാണ് നേരിന്റെ വഴി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതുപോലെ ഈ മതത്തിനകത്തു തന്നെ ഒരുപാട് ആശയങ്ങളും ഒരുപാട് ആദർശങ്ങളും ഒരുപാട് സംഘടനകളും ഒരുപാട് പ്രസ്ഥാനങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഈ ആശയങ്ങളും ഈ ആദർശങ്ങളുമൊക്കെ മതപരമായതുകൊണ്ട് തന്നെ കേവലം സംഘടനാപരമായ വിഷയമല്ല, അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന, നമ്മുടെ അഖീദയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി ഈ ആശയങ്ങളുടെ ഈ ആദർശങ്ങളുടെ പെരുമഴക്കാലത്ത് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് കൃത്യമായി 1400 വർഷങ്ങൾക്കപ്പുറത്ത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് തന്റെ സഹാബാക്കളോട് പഠിപ്പിച്ചു, ബനൂ ഇസ്രായേലർ 72 വിഭാഗമായി ഭിന്നിച്ചതുപോലെ എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കും. ബനൂ ഇസ്രായേൽ സമൂഹം 72 വിഭാഗമായി ഭിന്നിച്ചതുപോലെ എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ, മുഴുവൻ ആളുകളും നരകത്തിലായിരിക്കും, ഒരു വിഭാഗം ഒഴികെ. ഇത് നമ്മളൊരു അവകാശവാദം നടത്തുന്നതല്ല, നമ്മൾ ആരെയും നരകത്തിലാക്കാൻ വേണ്ടി പറയുന്നതല്ല. സത്യം മാത്രം പറയുകയും പറഞ്ഞത് മുഴുവൻ പകൽ വെളിച്ചം പോലെ സത്യമായി പുലരുകയും ചെയ്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാൻ നാക്കനക്കിയിട്ടില്ലാത്ത സ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ. സ്വർഗനരകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ വഹി അനുസരിച്ചല്ലാതെ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ലാത്ത, ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ലാത്ത ഹബീബ് പറയുകയാണ്, എന്റെ ഉമ്മത്തിലെ മുഴുവൻ വിഭാഗവും നരകത്തിലായിരിക്കും, ഒരു വിഭാഗം ഒഴികെ. സഹാബാക്കൾ ചോദിച്ചുവല്ലോ, പ്രവാചകരെ ഏതാണ് ആ വിഭാഗം, ഏതാണ് ആ ഫിർഖത്തുൻ നാജിയ? എല്ലാവരും പരാജയപ്പെടുമ്പോ, എല്ലാവരും നരകത്തിൽ ചെന്നാപ്പതിക്കുമ്പോ രക്ഷപ്പെടുന്ന വിഭാഗം ഏതാണ്? സ്വർഗത്തിന്റെ വിഭാഗം ഏതാ? അപ്പൊ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, മാ അന അലൈഹി വഅസ്ഹാബീ, ഞാനും എന്റെ സ്വഹാബത്തും എവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിൽക്കുന്നത് ആരാണോ അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ, അവരാണ് വിജയികളെന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴിയെ വളരെ ചുരുക്കി നമ്മൾ മനസ്സിലാക്കിയാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ
ആ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പരിചയപ്പെടുത്തിയത്, അവിടുത്തെ സ്വഹാബത്ത് പരിചയപ്പെടുത്തിയത്, താബീങ്ങൾ പരിചയപ്പെടുത്തിയത്, തബൂ താബീങ്ങൾ പരിചയപ്പെടുത്തിയത്, പൂർവ്വസൂരികളായ മുൻഗാമികളായ മഹാരഥന്മാരൊക്കെ പരിചയപ്പെടുത്തിയത് ആ ഒരു വഴിയാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ തന്നെയാണ് ഇസ്ലാം, രണ്ടും വ്യത്യാസമില്ല. അങ്ങനെ നൂറ്റാണ്ടുകളായി മഹാന്മാരായ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഉമറാക്കളുമൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ പരിശുദ്ധമായ വഴിയുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. ആഗോളതലത്തിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും നമ്മുടെ കേരള സംസ്ഥാനത്തും. നമ്മുടെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിലെ അവസ്ഥ മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഹബീബിന്റെ കാലത്ത് തന്നെ ഇസ്ലാമെത്തിയ കേരളത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നൂറ്റാണ്ടുകളോളം ഒരാക്ഷേപവുമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളുമായി കേരളീയ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോയി. എന്നാൽ 1921 കാലഘട്ടത്തിലെ ചില ദുർഘടമായ പ്രതിസന്ധി ഘട്ടങ്ങളെ ഉപയോഗപ്പെടുത്തി ഇവിടെ ബിദഈ ആശയങ്ങൾ വന്നു. അതിനെ ചെറുക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 തീയതി ഇവിടെ രൂപം കൊണ്ടു. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടതായി. അങ്ങനെ ആ പരിശുദ്ധമായ പ്രസ്ഥാനം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കുക എന്ന ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായ ഒരു ഉദാത്തമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തിന് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നത് പ്രധാനമായും രണ്ടു വിഭാഗങ്ങളായിരുന്നു. ഒന്ന് ഇവിടെയുള്ള വിദഇകളും മറ്റൊന്ന് ഇവിടെയുള്ള വിഘടിതരും. വിഘടിതരും ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ വിദഇകൾ തന്നെയാണ്. എന്നാലും സൗകര്യപൂർവ്വം നമ്മൾ അങ്ങനെ അതിനെ വർഗീകരിക്കുകയാണ്. ഒരു വിഭാഗം ഇവിടെയുള്ള വിദഇകൾ, മറ്റൊരു വിഭാഗം ഇവിടെയുള്ള വിഘടിതർ. പരിശുദ്ധമായ ദീനിന് അന്യമായ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് അന്യമായ പുതിയ വിശ്വാസങ്ങളും പുതിയ ആദർശങ്ങളുമായി കടന്നു വന്നിട്ടുള്ള വിദഇകൾ. ആ വിദഇകൾ ഇന്ന് ആശയപരമായ ആദർശപരമായ വിഷയങ്ങളുടെ പേരിൽ തന്നെ തമ്മിൽ തല്ലി മരിച്ചുകൊണ്ടിരിക്കുന്ന, തമ്മിൽ തല്ലി അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ സമൂഹത്തിനു വേണ്ടി നിർമ്മാണാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ വിധേയികളുടെ ദാരുണമായ അവസ്ഥ എന്താണ് എന്ന് അവരുടെ തന്നെ നേതാവായ ഡോക്ടർ സക്കരിയ സ്വലാഹി അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. എന്താണ് ഇന്നത്തെ നമ്മളെ തൗഹീദ് സംരക്ഷിക്കാനും നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെ ഇങ്ങനെ മണ്ടിപ്പാണ്ട് കഷ്ടപ്പെടുന്ന ബിദഈ പ്രസ്ഥാനങ്ങളുടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഇന്നെത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഡോക്ടർ സക്കരിയ സ്വലാഹി ഒന്ന് പറഞ്ഞോട്ടെ, അതൊന്ന് കേൾക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNM-ന്റെ ISM-ന്റെ ആളുകൾ, അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച്. ഈ ചേലും കോലം കണ്ട ആരെങ്കിലും വരുമോ? അതും കൂടി വേണമല്ലോ ഒന്ന് ചിന്തിക്കാം. ഈ ചേലും കോലം ഇപ്പോഴും ഒക്കെ പെയിന്റ് അടിക്കാൻ പറ്റിയ ദൂരത്തുള്ള വലിയ താടി, ജീവിതത്തിൽ കണ്ണാടിയിൽ നോക്കാത്ത കോലത്തുള്ള താടിയും തലയിലൊന്നും ഉണ്ടാവില്ല. എന്നാലോ ഒരു പേന്റ്, ഒരു അരക്കൈ ഷർട്ടൊക്കെ ഇട്ട് നടന്നാൽ ആരെങ്കിലും വരുമോ? അതിന് മാന്യമായിട്ട് തലപ്പാവ് വെച്ച് അല്ലെങ്കിൽ തൊപ്പി വെച്ച് താടിയൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി മാന്യമായ രൂപത്തിൽ വന്ന് മാന്യമായി കാര്യങ്ങൾ പറഞ്ഞാലല്ലേ ആരെങ്കിലും കേൾക്കാനും ഇതിന്റെ കൂടെ കൂടാനൊക്കെ ആളുണ്ടാവുള്ളൂ. എന്നിട്ട് ഇപ്പൊ ചോദിക്കാം, ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് വരുന്നുണ്ടോ? എന്നിട്ടോ പറയട്ടെ. കാരണം എന്താ അറിയോ, മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അന്ന് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി വന്ന ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. ചപ്പും ചവറൊക്കെ അതിലേക്ക് കയറി വന്നു. ആരാ? എന്റെ കണ്ണൊക്കെ നോക്കേണ്ടത് പറയുന്നതാരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ്, ചില്ലറക്കാരനല്ല, ഡോക്ടർ സക്കരിയ സ്വലാഹിയ പറയുന്നത്. ചപ്പും ചവറൊക്കെ കയറി വന്നു. പ്രത്യേകിച്ചൊരു പഠനമൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് വിവരമൊന്നുമില്ലാതെ അങ്ങോട്ട് കയറി വന്നതാണ്. എന്നിട്ടോ പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിന് വരെ എത്തി. എവിടെ വരെ എത്തി? സംസ്ഥാന തലം വരെ, ശാഖാതലം മുതൽ സംസ്ഥാന തലം വരെ ഉള്ളത് എന്താണ്? ഒന്നിനും കൊള്ളാത്ത ചപ്പും ചവറുമാണ്.
ആരാ പറയുന്നത്? ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതല്ല, നിങ്ങളുടെ നേതാവ് തന്നെയായ ഡോക്ടർ സക്കരിയ സലാഹി പറയാ, ശാഖാ തലം മുതൽ സംസ്ഥാന തലം വരെ ഒന്നിനും കൊള്ളാത്ത ചപ്പും ചവറുമാണ്. എന്നിട്ടോ സംഘടന പുലർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, KNM അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പനി ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് കോട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറിയാവും ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ മറന്നു. നമ്മളേതായാലും മറക്കുന്നില്ല, നിങ്ങളോ മറക്കാതിരുന്നാൽ മതി. ഇതാണ് ഇവരുടെ നേതാക്കളുടെ അവസ്ഥ, ഇതാണ് ഇന്നത്തെ വിജയികളുടെ അവസ്ഥ. ഇനി ഇവർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയാലോ? നമ്മളൊക്കെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിസ്കാരം. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കയറിയാൽ നിസ്കാരത്തിന്റെ കോല എങ്ങനെയായിരിക്കും? അതും കൂടി സക്കരിയ സലാഹി തന്നെ പറഞ്ഞോട്ടെ, അതാ രസം. മൂപ്പര് പറയട്ടെ. നിസ്കരിക്കാനോട് നിന്നാലോ? 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നതിനോട് നിസ്കാരം നോക്കുന്നുണ്ട്. ഇങ്ങനെ വേപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചായിരിക്കും. മൂരി മൂത്രം കുടിച്ചാൽ വേപ്പിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഈ മറ്റേ എന്താണ് അപകട ചിഹ്നം പോലെ കൈകെട്ടി അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ അല്ല കൈകെട്ടുള്ളത്, കുറച്ച് താഴ്ത്തിക്കൊട്ടിക്കോ. എന്നിട്ടോ അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? ആരോടെ ഈ ചൂടാകുന്നത്? നമ്മളോടല്ല ഡോക്ടർ സക്കരിയ സലാഹി ചൂടാവുന്നതും ഗുണദോഷിക്കുന്നതും സ്വന്തം പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോടാ. ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? ഞങ്ങൾ കുറെ കാലമായി തന്നെയാണ് പറയുന്നത്. ഇപ്പൊ സക്കരിയ സലാഹി പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിൽക്കുക. ശരിക്ക് ലെവലായി നിന്നിട്ട് കട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യത്തിന് വാദപ്പുരിയാൻ നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളിങ്ങനെ പോയൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോന്ന് അല്ലേ? എന്താ എത്ര ഗൗരവമുള്ള വിഷയ. നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്തിൽ ഇഹ്റാം പോലെ ഓരോ വലിയ KNM ISM ആയിരിക്കും, അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ അറിയിക്കാതിരിക്കും. പിന്നെ MSM കാര്യം പറയാണ്ടോ? സാധാരണ ഇന്ന് മറ്റുള്ളവരെ പറ്റി ഇവിടെ വർത്താനേ ഇല്ല. എന്നത്തെ വർത്താനം വേറെ ആരെ കുറിച്ചുകൂടെ വർത്താനം ഇല്ല, നമ്മളെ കുറിച്ച് തന്നെയാണ് വർത്താനം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗതികേട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു മതപണ്ഡിത സംഘടന എന്ന് പറയുന്നത് ആ സംഘടനയെ അംഗീകരിക്കുന്ന ആളുകൾക്ക് മതപരമായ വിഷയത്തിൽ അവർക്ക് സംശയം ഉണ്ടായാൽ ആ സംശയം തീർത്തു കൊടുക്കാൻ, മതപരമായ ഒരു കാര്യത്തിൽ മസല ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ, അതിനൊക്കെയാണ് മതസംഘടന എന്ന് പറയുന്നത്. എന്നാൽ അതിനെങ്കിലും കഴിയോ ഇതിന്റെ നേതാക്കന്മാർക്ക്? മുജാഹിദ് പ്രസ്ഥാനം ഒരു മതസംഘടനയാണല്ലോ. ആ മതസംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ സംഘടനയുടെ അനുയായികൾ മതപരമായ ഒരു വിഷയത്തിൽ എന്താണ് ഇതിന്റെ മതപരമായ മസല, വിധി എന്താണ് എന്ന് ചോദിച്ചാൽ മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിയോ? ഞാൻ എന്റെ വക ഒന്നും പറയുന്നില്ല. മുജാഹിദ് നേതാവായ ലത്തീഫ് കരിമ്പിലാക്കൽ പറഞ്ഞോട്ടെ, മുജാഹിദിന്റെ നേതാക്കളോട് ഒരു വിഷയത്തിൽ സംശയം ചോദിച്ചാൽ ആ ചോദിച്ചോന്റെ ഗതികേട് എന്തായിരിക്കും അദ്ദേഹം പറയട്ടെ. സലാം സ്വലമി എഴുതിയതാണോ ശരി? അതല്ല MM നദീബ് എഴുതിയതാണോ ശരി? അറബി പണ്ഡിതന്മാരിപ്പോ പറഞ്ഞാണോ ശരി? ഉത്തരം വളരെ വ്യക്ത. സലാം സ്വലമി എഴുതിയ പുസ്തകം ആദ്യം വാങ്ങാം. ഒരു 75 100 ഉറുപ്പ് കൊടുത്താൽ KNM കൊടുക്കുന്ന പൈസ ഉണ്ട്, കൊടുത്താൽ ആ പുസ്തകം കിട്ടും. എന്നിട്ട് സലാം സ്വലമി എഴുതിയത് എന്താണെന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇതിന്റെ മറുവശം കേൾക്കണമെങ്കിൽ KNM തന്നെ പ്രസിദ്ധീകരിച്ച MM നദീബ് എഴുതിയ വേറെ പുസ്തകമുണ്ട്, അത് അവിടെ തന്നെ വാങ്ങാം. ഒരു 10 ഉറുപ്പ് കൊടുത്താവും കിട്ടും. അപ്പൊ എന്തായി? ഒരു ചോദ്യകർത്താവിന് ചോദ്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? മുജാഹിദ് സെന്ററിൽ 160 ഉറുപ്പ് കൊടുക്കാം. ഒരു ചോദ്യകർത്താവിന് ചോദ്യം മനസ്സിലാകണമെങ്കിൽ ചെലവത്ര 160. ഇനി ഉത്തരം കിട്ടണമെങ്കിലോ മുജാഹിദ് സെന്ററിൽ പോയി ഒരു കാര്യം അന്വേഷിച്ചാൽ എന്തായിരിക്കും മുജാഹിദ് സെന്ററിൽ നിന്ന് കിട്ടുന്ന മറുപടി? അതും കൂടി അദ്ദേഹം തന്നെ പറയട്ടെ, മനസ്സിലാവും. എന്നിട്ടോ അത് രണ്ടും അപ്പുറപ്പുറം വായിച്ചു നോക്കിയിട്ട് ഉത്തരത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊരു നിഗമനത്തിൽ എത്തിക്കോളൂ. നമ്മളെ വിട്ടാളിയിൽ മുജാഹിദ് സെന്ററിൽ ആരെങ്കിലും ഒരു സംഗതി തന്നെ 10 ചോദിച്ചു വന്നാൽ എന്തായിരിക്കും ഉത്തരം? അപ്പുറത്തെ പീടിയെന്ന് ഖുർആൻ വാങ്ങുക, ഇപ്പുറത്തെ പീടിയെന്ന് ഹദീസുകളും വാങ്ങുക, എന്നിട്ട് അത് അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ പരിഭാഷ അതിനപ്പുറത്തുനിന്ന് വാങ്ങുക, പിന്നെ വിഷയങ്ങളുടെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഇപ്പുറത്തുനിന്ന് വാങ്ങുക. ഇതെല്ലാം കൂടി കൂട്ടി നോക്കി വായിച്ചിട്ട് പരേപുത്രന്ന് നോതി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് താങ്കൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ. ഇതിന് മുജാഹിദ് പ്രസ്ഥാനമാണ് ഞങ്ങൾ വേണോ? KNM വേണോ? 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 അതന്നെ ഞങ്ങൾക്ക് ചോദിക്കാതെ ഇത് പിരിച്ചുവിട്ടാ പോരെ?
ഒരു മതസംഘടന നിർവഹിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കാൻ കഴിയാത്ത ഒരു സംഘടന വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് ഇവിടെ നിൽക്കണ്ടല്ലോ, ഇത് തിരിച്ചുവിട്ടാ പോരെ. എന്നിട്ട് ഇവരാണ് പറയുന്നത് മഹാരഥന്മാരായ അയിമ്മത്തിനെ തക്ലീദ് ചെയ്യാൻ പാടില്ല, മദ്ഹബിന്റെ ഇമാമുമാരെ അംഗീകരിക്കാൻ പാടില്ല, ഞങ്ങളൊരു ഖോജമാരും പറയുന്നത് അംഗീകരിക്കാറില്ല, ഞങ്ങൾക്ക് ഖുർആൻ എന്താണോ കിട്ടുന്നത്, ഞങ്ങൾക്ക് ഹദീസ് എന്താണോ കിട്ടുന്നത്, ഞങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്താണോ അങ്ങനെ ജീവിക്കുന്നവരാണ്, ഞങ്ങൾ ആരെയും തക്ലീദ് ചെയ്യാറില്ല, ഞങ്ങൾ ആരെയും അംഗീകരിക്കാറില്ല. ഇനിയോ നിങ്ങളോ, നമ്മുടെ പ്രവർത്തകരായ സംഘടനയുടെ പ്രവർത്തകരായ നിങ്ങളോ, നിങ്ങൾ ഞങ്ങളെ തക്ലീദ് ചെയ്തോളീന. ഏത് മഹാരഥന്മാരായ അയിമ്മത്തിനെ തക്ലീദ് ചെയ്യരുത്. ലക്ഷക്കണക്കിന് ഹദീസുകൾ അതിന്റെ സനദടക്കം പഠിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്തി മദ്ഹബുകൾ ക്രോഡീകരിച്ച ലോകോത്തര പണ്ഡിതന്മാരായ മദ്ഹബിന്റെ ഇമാമുമാരെ അംഗീകരിക്കാൻ പാടില്ല, പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ ആരെയും അംഗീകരിക്കാൻ പാടില്ല. പിന്നെ ആരെയാണ് അംഗീകരിക്കേണ്ടത്? ഈ ചപ്പും ചവറൊക്കെ ആയിട്ട് കയറി വന്ന ഞങ്ങളെ നിങ്ങൾ തക്ലീദ് ചെയ്തോളൂ, നാളെ പടച്ചോന്റെ കോടതിയിൽ ഞങ്ങൾ സമാധാനം പറഞ്ഞോളാം. ടി അബ്ദുള്ളക്കോയ മദനിന്റെ വയലൊന്ന് കേട്ടോളൂ, സ്വന്തം പ്രവർത്തകരെ ഉപദേശിക്കുക. പറയുന്നതിനെ ധിക്കരിച്ചവർ അത് പ്രവാചകന്റെ അനുയായികളുടെ മാർഗമല്ല. അത് ധിക്കരിച്ച സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജമാഅത്തിന്, നമ്മുടെ സംഘത്തിന്, നമ്മുടെ കൂട്ടായ്മക്ക് വലിയ അപകടകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ഉച്ചവെക്കാൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിവുകളായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴികേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ ജമീയത്തിന്റെമാർ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. കാരണം എന്താണെന്ന് എന്ത് ഊക്കിലാണ് മൂപ്പർ ഉപദേശിക്കുന്നത്? നിങ്ങൾ ഞങ്ങളെ തക്ലീദ് ചെയ്തോളൂ, ഞങ്ങൾ പറഞ്ഞ തെറ്റാണെങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിൽ ഏറ്റെടുത്തോളാൻ ഊക്കിന് നിങ്ങൾക്ക് പറയാം. പക്ഷെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ അംഗീകരിക്കുക? എന്ത് ധൈര്യത്തിലാണ് അംഗീകരിക്കുക? ഈ ചപ്പും ചവറുമായിട്ട് സംസ്ഥാന കമ്മിറ്റി വരെ പേർക്കൂടിയിട്ടുള്ള നേതാക്കളെ എന്ത് ധൈര്യത്തിലാണ് അംഗീകരിക്കാൻ കഴിയുക? പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെപ്പോലും സ്വന്തം ആശയങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി വളച്ചൊടിക്കാൻ മടിയില്ലാത്ത നേതാക്കളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് പറയുന്നതാരാ? സക്കരിയ സലായി തന്നെ. ഇന്നലെ എന്ന ഹദീസിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഹദീസിന്റെ കിതാബ് തുറന്ന് ഹദീസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും ഒരു മടിയില്ലാതെ ഹദീസിനെ തള്ളാൻ ഒരു ലജ്ജയുമില്ലാത്ത ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ. സക്കരിയ സലായി ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇവരെ തക്ലീദ് ചെയ്യാൻ പറ്റോ ഇല്ലേ. ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ മുട്ടുകാലിന്റെ തൊട്ടു താഴെ നിൽക്കുന്ന ബർമൂടിട്ടിട്ട് അങ്ങാടിക്കൂടി ഇങ്ങനെ നടക്കുക. ഒരു പ്രശ്നമല്ല, അത് ഇംഗ്ലീഷുകാരൻ കൊണ്ടുള്ളതാ. അള്ളാഹുവിന്റെ റസൂല് നിസ്ബുസാഖ് വരെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് അധികരിച്ചിട്ടായി. നമ്മളെ കശീറുന്ന മുഹമ്മദ് റസൂൽ എന്ന ഷഹാദത്ത് രണ്ടാമത് ചെല്ലേണ്ട ജാതി നിഷേധത്തിലേക്ക് നമ്മൾ ആളുകൾ പോണത്. പച്ചയായി ഹദീസൻ കാണിച്ചു കൊടുത്താൽ പോലും ഒരൊറ്റ തള്ളലാണ്. സാധാരണക്കാർ മാത്രമല്ല മൗലവിമാരും തള്ളും. മൗലവിമാരോട് പറയാൻ ഇപ്പൊ പേടി, കാരണം സാധാരണക്കാർ അത്ര തള്ളൂല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ലേ, ഒന്നൊന്ന് പേടിക്കണ്ടേനെന്നുണ്ടോ? മറ്റേതെങ്കിലും ഒരൊറ്റ തള്ള എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. ഇപ്പൊ ബുദ്ധിക്ക് അനുസരിച്ചൊക്കെ തള്ളലാണല്ലോ സലാഹുല്ലമി പഠിപ്പിച്ചു വെച്ചിരിക്കണേ. ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ തള്ളുക, പുറം കാലുകൊണ്ട് തട്ടുക, അല്ലേ? സഹീഹായ ഹദീസ് റസൂലിന് നേരിട്ട് വന്ന് പറഞ്ഞ് എനിക്കൊന്നും നിഷേധിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് വന്ന് മുഹമ്മദ് നബി പറഞ്ഞ അതുപോലെ തന്നെ സഹീഹായ ഹദീസിൽ ഒരു കാര്യം കണ്ട അത് ചെയ്തില്ലെങ്കിൽ, അത് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ഷഹാദത്ത് പൊളിഞ്ഞു എന്നർത്ഥം. അപ്പൊ ഹദീസ് സഹിയായ ഹദീസ് പോലും തള്ളാൻ മടിയില്ലാത്ത, തങ്ങളുടെ വികലമായ ആശയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത നേതാക്കൾ. ഇവരെങ്ങനെ നമുക്ക് തക്ലീദ് ചെയ്യാൻ പറ്റും? എങ്ങനെ, ആരെ വിശ്വസിച്ചിട്ടാ, എന്ത് വിശ്വസിച്ചിട്ടാ ഇവരെ കൂടെ നിൽക്കുക? അപ്പൊ നമുക്ക് നിൽക്കാൻ പറ്റിയ നല്ലൊരു നേതൃത്വം വേണം. നമുക്ക് കൂടെ നിൽക്കാൻ പറ്റിയ നല്ലൊരു നേതൃത്വം, തങ്ങൾ പഠിച്ചിട്ടുള്ള, തങ്ങൾ കരഗതമാക്കിയിട്ടുള്ള ഇൽമിൽ നല്ല തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ, നല്ല വറവുള്ള പണ്ഡിതന്മാർ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിലെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് നിൽക്കാൻ പറ്റും. യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റൂ. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ.
സത്യവിശ്വാസികളാണെങ്കിൽ സത്യവിശ്വാസികളോട് ഖുർആനിന്റെ അധ്യാപനമാണ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണേ. പോരാ, വകൂനൂ മഅസ്വാദിഖീൻ, സത്യസന്ധരായ ആളുകളുടെ കൂടെ നിൽക്കണം. ആദർശനിഷ്ഠയുള്ള സത്യസന്ധരായ മുഹഖിഖീങ്ങളായ ഔറഈങ്ങളായ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കണം. അപ്പൊ ആ പണ്ഡിതന്മാർ എവിടെയാണ് എന്ന് അന്വേഷിക്കലാണ് പിന്നെ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ട വഴി. ആ പണ്ഡിതന്മാർ എവിടെയാണ് ഉള്ളത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് തന്നെ പറഞ്ഞോട്ടെ. കേരളത്തിൽ മതസംഘടനകളുടെ കൂട്ടത്തിൽ നല്ല തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ, അതായത് അഗാധമായ അറിവുള്ള പണ്ഡിതന്മാർ, ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായി ഉത്തരം കിട്ടുന്ന പണ്ഡിതന്മാർ എവിടെയാണുള്ളത്? സാക്ഷാൽ മർഹൂം ഐദീദ് തങ്ങൾ മരിച്ചുപോയി. മരിക്കുന്നതിന് ഏതാണ്ട് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം. നല്ല തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ ഏതു പ്രസ്ഥാനത്തിലാണുള്ളത്? ഐദീദ് തങ്ങൾ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഫത്വ ബോർഡ് ചെയർമാനായിരുന്നു. ആള് ചില്ലറക്കാരനല്ല. ഐദീദ് തങ്ങൾ പറയട്ടെ. നമ്മൾ പണ്ഡിതന്മാരായ ആളുകൾ, നമ്മൾ മറുപക്ഷത്തിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകള്, അതില് കേരളത്തില് അത്യാവശ്യം തഹ്ഖീഖുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലാണ്. അത്യാവശ്യം തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ എവിടെയാണുള്ളത്? കേരള നദ്വത്തുൽ മുജാഹിദീനിലാണ് എന്നല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഫത്വ ബോർഡ് ചെയർമാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു സത്യം അംഗീകരിക്കുന്നു, നല്ല തഹ്ഖീഖുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലാണ്. ഇനി നല്ല വറവുള്ള പണ്ഡിതന്മാർ എവിടെയാണുള്ളത് തങ്ങളെ? അതും കൂടി തങ്ങളെ ഒന്ന് പറഞ്ഞോളൂ. പറയട്ടെ. നല്ല ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ സമസ്തയിലുണ്ട്. നല്ല വറവും നല്ല ഭയഭക്തിയുമുള്ള പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലാണുള്ളത് എന്ന് സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് പറയുമ്പോ പിന്നെ ഈ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുന്നതല്ലേ ബുദ്ധി? ഈ പണ്ഡിതന്മാരുടെ പിന്നിൽ നിൽക്കുന്നതല്ലേ ബുദ്ധി? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതും അതാണല്ലോ, സ്വാദിഖീങ്ങളായ ആളുകളുടെ കൂടെ, സത്യസന്ധരായ ആളുകളുടെ കൂടെ, ആദർശനിഷ്ഠയുള്ള ആളുകളുടെ കൂടെ നിൽക്കണം. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്ത് എന്ന് പറയുന്നത്. ഭൗതികമായ സുഖസൗകര്യങ്ങളല്ല, മറ്റു സംവിധാനങ്ങളൊന്നുമല്ല. ഈ കേരളത്തിലെ മുസ്ലിം ബഹുജനം ഈ മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പിന്നിൽ നിൽക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന സാത്വികരായ നിഷ്കളങ്കരായ മുത്തഖീങ്ങളായ ഈ ഉലമാക്കളെ കണ്ടുകൊണ്ടാണ്, അവരുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ടാണ് ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രം അഭിപ്രായമല്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ കുറിച്ച് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കും പറയാനുള്ളത് ഇതുതന്നെയാണ്. നമുക്കൊക്കെ, നമ്മുടെ ഈ തലമുറക്കൊക്കെ പരിചയമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ രണ്ട് നേതാക്കന്മാർ, മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, മറ്റൊന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. സമസ്ത എന്ന് പറഞ്ഞാൽ ആ രണ്ട് ശൈഖാനികളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. അല്ലാഹു അവരുടെ ബർക്കത്തിനെ നമുക്ക് ചൊരിഞ്ഞു തരുമാറാവട്ടെ. ആ രണ്ട് മഹാന്മാരെ കുറിച്ച് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പോലും എതിരഭിപ്രായമില്ല. ആരാണ് കണ്ണിയത്ത് ഉസ്താദ്, ആരാണ് ശൈഖുനാ ശംസുൽ ഉലമ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറഞ്ഞോട്ടെ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്ണിയത്ത് ഉസ്താദ് അവറുകളാണെങ്കിലോ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദർജയുള്ള മഹാനാണ്, അല്ലാഹുവിന്റെ വലിയാണ്. ആരാ പറയുന്നത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഇനി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയോ? അതും കൂടി അദ്ദേഹം പറയട്ടെ. മറ്റൊന്ന് ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണ്. അവിടുത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. എന്റെ സദസ്സിലുള്ളവരും ഈ മുന്നിലിരിക്കുന്ന മൊയ്തു ഫൈസി അടക്കം പലരും ഇ കെ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ ശംസുൽ ഉലമ മഹാനായ പണ്ഡിതനാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് ആദരവ്
ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. ഇതാ വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും എല്ലാവരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അതായത് വളരെ വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരല്ലാതെ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരാരും മറുപക്ഷത്തില്ല എന്നർത്ഥം. അവിടെ ഉള്ളത് മുഴുവൻ ശൈഖുന ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരാ. ആ ശംസുൽ ഉലമയുടെ ഉസ്താദാണ് മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദാരാ വലിയാണ്. മഹത്തായ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദറജയുള്ള ആളുകളാണ്. ആ രണ്ടു മഹാന്മാർ 1989 ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു. എന്തായിരുന്നു ആ കാര്യം? സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള 6 ആളുകളെ ചെവിക്കുന്നു പിടിച്ച് സമസ്ത മുശാവറയിൽ നിന്ന് പുറത്താക്കി. ആരാ ചെയ്തതാരാ? ചില്ലറക്കാരല്ല കേട്ടോ. പേരോട് തന്നെ പറഞ്ഞല്ലോ, കണ്ണിയത്ത് മഹാനായിരുന്നു, ശംസുൽ ഉലമയും മഹാനായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളായിരുന്നു 2 ആളുകളും, ഞങ്ങളുടെയൊക്കെ ഉസ്താദുമാരായിരുന്നു. അങ്ങനെയുള്ള മഹാനായ ശൈഖുന ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും 89 ഇവിടെ ഒരു കാര്യം ചെയ്തു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള 6 ആൾ ഫിത്നയെ ചെവിക്കുന്ന് പിടിച്ച് സമസ്ത മുശാവറയിൽ നിന്ന് പുറത്താക്കി. ആരൊക്കെയായിരുന്നു അവർ? ഒന്ന്, സാക്ഷാൽ ഉള്ളാൾ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കരുവന്തിരുത്തിക്കാരൻ കുഞ്ഞിക്കോയ തങ്ങൾ. 2, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. 3, എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ. 4, കെ.പി. ഹംസ മുസ്ലിയാർ ചിത്താരി. 5, എ.വി. മാണിപ്പ മുസ്ലിയാർ. 6, അണ്ടോണ മുഹിയത്തുൽ മുസ്ലിയാർ. ഈ 6 ആളുകളെ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശൈഖുന ശംസുൽ ഉലമയും 1989 ചെവിക്കുന്ന് പിടിച്ച് സമസ്ത മുശാവറയിൽ നിന്ന് പുറത്താക്കി. സ്വാഭാവികമായി കണ്ണിയത്തും ശംസുൽ ഉലമയും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോ, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ഒരു ന്യായമില്ലാതെ ചെയ്യൂല. ഉറപ്പല്ലേ നമുക്ക്? ഒരു ന്യായവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന ആളുകളായിരുന്നില്ല മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും. അവരൊക്കെ മഹാന്മാരാണെന്ന കാര്യത്തിൽ ഇവർക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. എന്തിനായിരുന്നു ഇവരെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയത്? വളരെ കൃത്യമായി തങ്ങളുടെ ഉസ്താദുമാരും ഉസ്താദുമാരുടെ ഉസ്താദുമാരും ഉസ്താദുമാരുടെ ഉസ്താദുമാരുടെ ഉസ്താദുമാരും അടങ്ങുന്ന കേരളത്തിലെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാരടങ്ങുന്ന സമസ്ത മുശാവറയുടെ തീരുമാനത്തെ ഈ 6 ആളുകൾ വെല്ലുവിളിച്ചു. എറണാകുളം സമ്മേളനം, എസ്.വൈ.എസിന്റെ എറണാകുളം സമ്മേളനം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടത്താൻ പാടില്ല എന്ന് മുശാവറ പറഞ്ഞു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് അതിൽ വിതരണം ചെയ്ത ചായ കുടിച്ച് ആ യോഗ തീരുമാനം അംഗീകരിച്ചൊപ്പിട്ട് ടിഎയും ഡിഎയും വാങ്ങി പുറത്തിറങ്ങിയ ആളുകൾ മുശാവറ വിലക്കിയാലും സമ്മേളനം നടത്തും എന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ഒരു സമ്മേളനം വെച്ചു. കണ്ണിയത്ത് നടത്തരുത് എന്ന് പറഞ്ഞ സമ്മേളനം, ശംസുൽ ഉലമ നടത്തരുതെന്ന് പറഞ്ഞ സമ്മേളനം, എ.പി.യുടെ ഉസ്താദായ കെ.കെ. അബൂബക്കർ ഹസ്രത്ത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ സമ്മേളനം, മുസ്ലിം കേരളത്തിന്റെ അനിഷേധ്യനായ ആത്മീയ മരക്കാരനായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആരും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമ്മേളനം. ആ സമ്മേളനം ധിക്കാരപൂർവ്വം നടത്തി. ആ സമ്മേളനത്തിൽ സ്വാഭാവികമായി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ആരും പങ്കെടുത്തില്ല. സമസ്തയെ അംഗീകരിക്കുന്നവർ പങ്കെടുത്തില്ല, ശിഹാബ് തങ്ങളെ അംഗീകരിക്കുന്നവർ പങ്കെടുത്തില്ല, മുസ്ലിം ലീഗുകാർ പങ്കെടുത്തില്ല, ആരും പങ്കെടുത്തില്ല. പിന്നെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ, സമ്മേളനം വിജയിപ്പിച്ച ആളുകൾ ആരായിരുന്നു? സുന്നത്ത് ചെയ്യാത്ത സുന്നികളായിരുന്നു. ഇതെന്റെ ഭാഷയല്ല, മഹാനായ ശൈഖുന ശംസുൽ ഉലമ എറണാകുളം സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. എറണാകുളം സമ്മേളനം വിജയിപ്പിച്ചത് ഒരുപാട് സുന്നത്ത് ചെയ്യാത്ത സുന്നികളായിരുന്നു, അതായത് അൺകവുമായിരുന്നു എന്നർത്ഥം. ആ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർ തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്തിലേക്ക് ഇല്ലാതാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. അങ്ങനെ ഒരുപാട് സുന്നത്ത് കഴിക്കാത്ത സുന്നികളെ ഇവിടെയുള്ള മതവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ ഏർപ്പെടുത്തി മഹാന്മാരായ ഉസ്താദുമാരെ ധിക്കരിച്ചുകൊണ്ട് എറണാകുളത്ത് സമ്മേളനം വെച്ചു എന്ന് മാത്രമല്ല, ഈ ഇലാഹിയായ പ്രസ്ഥാനത്തിന് സമാന്തരമായി മറ്റൊരു സംഘടനയുണ്ടാക്കി. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ.
അതാണ് അദ്ദേഹം ചെയ്ത കേരളീയ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്ത ഏറ്റവും കൊടിയ പാതകം. തങ്ങളുടെ ഉസ്താദുമാരാണ് പുറത്താക്കിയത്, തങ്ങളുടെ ഉസ്താദുമാരാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. മാന്യതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, ഞങ്ങൾക്ക് ക്ഷമിച്ചു തരണം, ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങൾ സമസ്തയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉസ്താദുമാരോട് ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലൊരു കാലുഷ്യവുമില്ലാത്ത, ഒരു കളങ്കവുമില്ലാത്ത നിഷ്കളങ്കരായ നമ്മുടെ നേതാക്കൾ അവരെ സ്വീകരിക്കുമായിരുന്നു. ഇരുകൈയും നീട്ടി സ്വീകരിച്ച് സമസ്തയിൽ അവർക്ക് പുനഃപ്രവേശം ചെയ്തു കൊടുക്കുമായിരുന്നു. അതായിരുന്നു മാന്യത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. കാരണം പുറത്താക്കിയത് ഉസ്താദുമാരാണ്. സ്വാഭാവികമാണ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ ഉസ്താദുമാർ എന്തെങ്കിലും അച്ചടക്ക നടപടി, എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കണ്ടാൽ പുറത്താക്കലൊക്കെ സ്വാഭാവിക. പുറത്താക്കിയാൽ എന്താ ചെയ്യേണ്ടത്? പിറ്റേന്ന് വരുമ്പോ വാപ്പാനെ കൂട്ടി, രക്ഷിതാവിനെ കൂട്ടി വന്നിട്ട് ഉസ്താദിനോട് മാപ്പ് പറഞ്ഞ് മദ്രസയിൽ തിരിച്ചു കയറണം. അതാണ് അദബ്, അതാണ് മര്യാദ, അതാണ് മാന്യത. എന്നാൽ ഒരു തലതെറിച്ച കുട്ടി ഉസ്താദ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ മദ്രസയുടെ ഗ്രൗണ്ടിൽ വേറൊരു ഓലപ്പുര കെട്ടിയിട്ട് പുതിയ മദ്രസ തുടങ്ങി. ഇതാണ് യഥാർത്ഥ മദ്രസ എന്ന് പറഞ്ഞാൽ അത് മാന്യതയല്ല, അത് മര്യാദയല്ല, ആർക്കും ബോധ്യപ്പെടും. എന്നാൽ ഈ രണ്ടാമത് പറഞ്ഞ തലതെറിച്ച കുട്ടി സ്വീകരിച്ച നിലപാടാണ് താന്തവരേപ്പി അബൂബക്കർ മുസ്ലിയാരും കൂടെയുള്ള ആളുകളും ചെയ്തത്. അവരെന്ത് ചെയ്തു? സ്വന്തം ഉസ്താദുമാരെ തള്ളിപ്പറഞ്ഞിട്ട് ഈ ഇലാഹിയായ പ്രസ്ഥാനത്തിന് സമാന്തരമായ പുതിയ സംഘടന ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പഴച്ചിരിക്കുന്നു, ശംസുലമക്ക് പഴച്ചിരിക്കുന്നു, നഊദുബില്ല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആരാ കണ്ണിയത്ത് ഉസ്താദ്? ആരാ ശംസുലമ? അതൊന്നും വിശദീകരിക്കണ്ടല്ലോ. വിശുദ്ധിയുടെ ജീവിക്കുന്ന പ്രതീകങ്ങളായി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ മഹാന്മാരായ നേതാക്കന്മാർ, അവർക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ധിക്കരിച്ച് പുതിയ സംഘടന ഉണ്ടാക്കി. എന്നാൽ ഇന്ന് അവർ പ്രസംഗിക്കുന്നത് എന്താ? നേരത്തെ കേട്ടല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്, കണ്ണിയത്ത് ഉസ്താദിനെ ഞങ്ങൾ ആദരിക്കുന്നു, ശംസുലമയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അവർ രണ്ടാളും ഞങ്ങളെ സ്വന്തം ആൾക്കാരായിരുന്നു, ഞങ്ങളാണെങ്കിലോ അവരെ സ്വന്തം ആൾക്കാരാണ്, ഞങ്ങളും അവരും തമ്മിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തതോ, നിങ്ങൾ ശംസുലമയ്ക്കെതിരെ കേസ് കൊടുത്തതോ? എന്താ മറുപടി? ഞങ്ങൾ കണ്ണിയത്തിനെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ ശംസുലമക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ കേസ് കൊടുത്തത് സമസ്തയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും എതിരെയാണ്. എങ്ങനെയുണ്ട്? കേട്ടാ എന്താ തോന്നുക? അന്ന് വേറെ ആരോ ആയിരുന്നു പ്രസിഡന്റും സെക്രട്ടറിയും. 89 ഇവർ സമസ്തക്കെതിരെ കേസ് കൊടുക്കുന്നു, സമസ്തക്ക് സമാന്തരമുണ്ടാക്കുന്നു. അതിന്റെ പ്രസിഡന്റ് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത് 93 4 വർഷം കണ്ണിയത്ത് ഉസ്താദിനെ എതിർച്ചേരിയിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ പുതിയ സംഘടനയുമായി മുന്നോട്ട് പോയത്. മഹാനായ ശംസുലമ വഫാത്താകുന്നത് 96 7 വർഷം ശംസുലമ എതിർച്ചേരിയിൽ നിർത്തിയിട്ടാണ് ഇവർ പുതിയ സംഘടന ഉണ്ടാക്കിയത്. അന്ന് നമ്മൾ ചോദിച്ചു, സ്വന്തം ഉസ്താദ് മഹാനായ കെ അബൂബക്കർ ഹദ്റത്ത്, കാന്തപുരത്തിന്റെ ഉസ്താദ്, ശംസുലമ ഉള്ളാൾ തങ്ങളുടെ ഉസ്താദ്, കെ അബൂബക്കർ ഹദ്റത്തിന്റെ ഉസ്താദ് ശംസുലമയുടെ ഉസ്താദ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. സ്വന്തം ഉസ്താദുമാർ ഒരച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോ ആ ഉസ്താദുമാരോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു വരാൻ ശ്രമിക്കുന്നതിന് പകരം സമാന്തര സംഘടന ഉണ്ടാക്കി സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ഇവര് മറുപടി പറഞ്ഞതെന്താ? ഇവര് മറുപടി പറഞ്ഞത്, സമസ്തയുടെ നേതാക്കൾക്ക് നിലപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. പുതിയ തലമുറ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊക്കെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഇവരെല്ലാ പ്രഭാഷണങ്ങളിലും ഇപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ മധു പറയുന്നുണ്ട്, ശംസുലമ വാനോളം പുകഴ്ത്തുന്നുണ്ട്. അത് കാപ്പറ്റ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവരുടെ യഥാർത്ഥ നിലപാടെന്താണെന്ന് നമ്മുടെ അരിഷ്ടക്കുപ്പി സക്കാഫി ഉണ്ടല്ലോ, PKM സക്കാഫി ഇരിങ്ങല്ലൂര്, മൂപ്പര് ഒരു അരിഷ്ടക്കുപ്പിന്റെ കഷ്ണം കൊണ്ട് 50 ആൾ ഒന്നിച്ച് നേരിട്ട ഒരു വലിയ കറാമത്തുള്ളത്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ പിന്നെ പറയാം. അരിഷ്ടക്കുപ്പി സക്കാഫി പറയുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കിയത്? വളരെ കൃത്യമായി ഒരു സംശയത്തിനും അവസരമില്ലാത്ത വിധം പറയുകയാണ്, ശംസുലമക്ക് നിലപാട് മാറ്റം സംഭവിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കിയത്. പറയട്ടെ സഹോദരന്മാരെ, ഇനി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ കെ അബൂബക്കർ മുസ്ലിയാരുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം, അതായത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം അന്നത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താൽപര്യ നിലപാടിലേക്ക് അദ്ദേഹം പോവുകയും ആ നിലപാടിലേക്ക് സമസ്തയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ
സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറയിലെ കുറെ ആളുകൾക്ക് അത് രസിച്ചില്ല. സ്വാഭാവികം മാത്രമാണല്ലോ അല്ലേ? അപ്പോ ശംസുലമക്ക് നിലപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നു തന്നെയാണ് ടി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ പറഞ്ഞത്. ആ നിലപാട് മാറ്റം ചിലർക്ക് ദഹിച്ചില്ല, ചിലർക്ക് രസിച്ചില്ല. അവര് പുതിയ സംഘടന ഉണ്ടാക്കി. എന്നാലും സ്വന്തം ഉസ്താദുമാരല്ലേ എന്നതിന് അദ്ദേഹം പറയുന്ന മറുപടി, ചരിത്രത്തിൽ ഇതിനൊരുപാട് മാതൃകകളുണ്ട്. ഒരു മാതൃക അദ്ദേഹം പറഞ്ഞതെന്താ? മുഅ്തസിലി നേതാവായ ജുബ്ബായി, അബൂ അലിയുൽ ജുബ്ബായി, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. അശ്അരി മദ്ഹബിന്റെ അഹ്ലുസുന്നത്തിന്റെ അഖീദയുടെ ഇമാമായ ഇമാം അബുൽ ഹസൻ അശ്അരി. ആ അബുൽ ഹസൻ അശ്അരിയുടെ ഉസ്താദാണ് അബൂ അലിയുൽ ജുബ്ബായി. അയാൾ മുഅ്തസിലി ആശയക്കാരനാണ്. ആ മുഅ്തസിലി ആശയക്കാരനായ അബൂ അലിയുൽ ജുബ്ബായിയോട് മഹാനായ ഹസൻ അശ്അരി വേർപിരിഞ്ഞ് പിണങ്ങിപ്പോയല്ലോ, ജുബ്ബായിയെ അശ്അരി ഇമാം എതിർത്തല്ലോ. അതുപോലെയാണ് ഞങ്ങളുടെ നേതാക്കൾ മഹാനായ ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും എതിർത്തത്. നഊദു ബില്ലാഹ്, എത്ര ഗുരുതരമായ ആരോപണമാണിത്! എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താണ്? വളരെ കൃത്യമായി ശംസുൽ ഉലമ അബൂ അലിയുൽ ജുബ്ബായി എന്ന് പറയുന്ന മുഅ്തസിലി നേതാവിന് തുല്യൻ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോ ഇമാം അബുൽ ഹസൻ അശ്അരി എന്ന് പറയുന്ന അഖീദയുടെ അഹ്ലുസുന്നത്തിന്റെ അഖീദയുടെ ഇമാമിന് തുല്യൻ. അദ്ദേഹം പറയട്ടെ. അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന ജുബ്ബായിയുടെ നീക്കം ശരിയല്ലെന്ന് കണ്ടപ്പോഴാണ് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്, സ്വന്തം ഉസ്താദിനെതിരെ രംഗത്ത് വന്നത്. അപ്പൊ അതൊക്കെ ചരിത്രപരമായി ആവശ്യമുള്ള കാര്യമായിരുന്നു എന്നതുകൊണ്ട് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പോക്ക് യഥാർത്ഥത്തിൽ സുന്നിക്ക് ക്ഷീണം ചെയ്യും, സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ സമസ്തയെ ഇനി രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അതാണത്രേ ഉണ്ടായത്. സമസ്തയുടെ നേതാക്കൾക്ക് പഴച്ചപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാതിരുന്ന ചില ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിയമാനുസൃതമായി പുനഃസ്ഥാപിച്ചു. അതാണത്രേ ഉണ്ടായത്. വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ശംസുൽ ഉലമക്ക് പഴച്ചതുകൊണ്ടാണ്, സമസ്തയുടെ നേതാക്കൾക്ക് പഴച്ചതുകൊണ്ടാണ്. അവരെ തിരുത്താനാണ് ഞങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കിയത്. അങ്ങനെ സമസ്ത മുശാവറയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ നേരെ അവർ പോയത് എവിടേക്കാണ്? ഇലാ ഹളറത്തി അരവിന്ദാക്ഷ മേനോൻ. അരവിന്ദാക്ഷ മേനോന്റെ ഹളറത്തിക്കാ പോയത്. ആരായി അരവിന്ദാക്ഷ മേനോൻ? അള്ളാന്റെ വലിയൊന്നല്ല. അരവിന്ദാക്ഷ മേനോൻ എന്ന് പറഞ്ഞാൽ അക്കാലത്തുണ്ടായിരുന്ന കോഴിക്കോട് ബാറിലെ പ്രഗത്ഭനായ അഡ്വക്കറ്റാണ് അരവിന്ദാക്ഷ മേനോൻ. അരവിന്ദാക്ഷ മേനോനെ സമീപിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു, ഞങ്ങളെ സമസ്ത മുശാവറയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, അതുകൊണ്ട് പകരം ഞങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കണം. അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞു, നിങ്ങളും പുതിയ സംഘടന ഉണ്ടായിക്കോളൂ. അപ്പൊ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, 40 അംഗ മുശാവറ വേണം. ചാത്തപ്പൻ എന്ന് മൈസറാന്ന് ചോദിച്ച പോലെ അരവിന്ദാക്ഷ മേനോൻ എന്ത് മുശാവറ? അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞു, എന്നാ ഒരു മുശാവറ ഉണ്ടായിക്കളി, എന്നാലും മുശാവറ ഉണ്ടായിക്കളി. ഒരു വക്കീലിന്റെ ബുദ്ധിയാണ്, ഒരു അഡ്വക്കറ്റിന്റെ ലോ പോയിന്റാണ്. ആ ലോ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പുതിയ മുശാവറ ഉണ്ടാക്കിയത്. ഒരു കാലഘട്ടത്തിന്റെ കുത്തുബായിരുന്ന അലറി വിളിക്കുന്ന അറബിക്കടലിന്റെ അലമാലകളെ തന്റെ ആത്മീയ വധസ്സുകൾ കൊണ്ട് നിയന്ത്രിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മണിക്കൂറുകളോളം ദുആ ചെയ്ത് അസ്ഥിവാരമിട്ട ഇലാഹിയായ പ്രസ്ഥാനത്തിന് സമാന്തരമായി കോഴിക്കോട് ബാറിലെ പ്രഗത്ഭനായ അഡ്വക്കറ്റ് അരവിന്ദാക്ഷനെന്ന് ആശീർവാദത്തോടുകൂടിയാണ് ഇവർ സമാന്തര സംഘടന ഉണ്ടാക്കിയത് എന്നർത്ഥം. അപ്പൊ തന്നെ മനസ്സിലാക്കിയാൽ മതിയല്ലോ, അസിലാണ് പ്രധാനം, അടിത്തറയാണല്ലോ പ്രധാനം. ഒന്നിന്റെ അടിത്തറയിട്ടത് കുത്തുബുസ്സമാനാണെങ്കിൽ മറ്റേതിന്റെ അടിത്തറയിട്ടത് അൻകവുമായ അഡ്വക്കറ്റ് അരവിന്ദാക്ഷ മേനോനാണ്. അവിടെ തന്നെ പഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിഴവുകൾ ഘോഷയാത്രയാണ്. അങ്ങനെ ഈ സംഘടനയുമായി മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, അരവിന്ദാക്ഷ മേനോന്റെ ലോ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത നേതാക്കൾക്കെതിരെ കേസ് കൊടുത്തു. 1-ാം പ്രതി മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, 2-ാം പ്രതി ശൈഖുനാ ശംസുൽ ഉലമ. എന്താ കോടതിയിൽ പറഞ്ഞത്? ഈ രണ്ടാളുകളെയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനം
കോടതി ഒരു ആമീനിനെ, ഒരു രജിസ്ട്രാറെ ഏൽപ്പിക്കേണ്ടതാണ്. അതായത് കണ്ണിയത്ത് ഉസ്താദിനെ അംഗീകരിക്കാൻ പറ്റൂല, ശംസുലമെ അംഗീകരിക്കാൻ പറ്റൂല. വേണമെങ്കിൽ കോടതി നിയമിക്കുന്ന 7ാം കൂലി ആമീനിനെ, രജിസ്ട്രാറെ ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം, എന്നാലും കണ്ണിയത്തിനെയും ശംസുലമയും ഞങ്ങൾ അംഗീകരിക്കൂല. അങ്ങനെ കേസ് കൊടുത്തു. കേസ് കൊടുത്ത വിവരമറിഞ്ഞപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നിഷ്കളങ്കനായ പണ്ഡിതനാണ്, ഉഖ്റവിയായ ആലിമാണ്, ഭൗതികമായി വലിയ വിവരമൊന്നുമില്ലാത്ത ആളാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോ, കോടതിയിൽ കേസ് കൊടുത്ത വിവരമറിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ കണ്ണിയത്ത് നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങി. കാരണം എന്താ വക്കീൽ നോട്ടീസ് എന്ന് മൂപ്പരിക്കറിയില്ല, എന്താ കോടതിയും എന്താണ് പോലീസ് സ്റ്റേഷനും ഒന്നും അറിയില്ല. അതൊന്നും ചിന്തിക്കാതെ ഉഖ്റവിയായ ചിന്തകളിൽ മാത്രം ഒഴുകി ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനാണ്. അതുകൊണ്ട് നോട്ടീസ് കിട്ടിയപ്പോ കണ്ണിയത്ത് ഉസ്താദ് കൊച്ചുകുട്ടിയെപ്പോലെ കരയാൻ തുടങ്ങി. സമസ്തയുടെ നേതാക്കളോട് ഉസ്താദ് ചോദിച്ചു, എന്നെ പോലീസ് പിടിക്കുമോ, എന്നെ ജയിലിലടക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ കണ്ണിയത്ത് പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി. എത്രയോ രാത്രികൾ ഇതോർത്ത് നിദ്രാവിഹീനമായ രാത്രികൾ, ഉറങ്ങാൻ കഴിയാത്ത എത്രയോ രാത്രികൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കഴിച്ചുകൂട്ടിയെന്ന് അന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. അത്രമേൽ കണ്ണിയത്ത് ഉസ്താദിനെ വേദനിപ്പിച്ചു ഇവർ. ആ വേദനയുടെ അനന്തര ഫലമാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന ആദർശ വിശദീകരണ സമ്മേളനത്തിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ നാവിലൂടെ പൊട്ടിപ്പുറത്തേക്കൊലിച്ചത്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ പടച്ച റബ്ബേ നീ മുഖം കെടുത്തണേ, അവരുമായി നിങ്ങളാരും സഹകരിക്കാൻ പാടില്ല, അവരെയും അവരുടെ അഹ്ലുകാരെയും റബ്ബ് ഇരുലോകത്തും ഖൈറിലാക്കാതിരിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണേ, മുസ്തജാബ് ദുആയ കണ്ണിയത്ത് ഉസ്താദിന്റെ വാക്ക് അവരെ മാത്രമല്ല അവരെന്താ കൂടെ കൂട്ടിയാലെന്ന് ആലോചിക്കുന്നവർ, അവർക്കെന്താ പ്രശ്നമെന്ന് ചിന്തിക്കുന്നവർ, അവര് മുസ്ലിം സംഘടന തന്നെയല്ലേ എന്ന് ചിന്തിക്കുന്നവർ, വിശാലമായ പ്ലാറ്റ്ഫോം ഒരുക്കി അവരുടെ തമ്മാടിത്തങ്ങൾക്ക് അവസരം കൊടുക്കുന്നവർ, അവരും അവരുടെ അഹ്ലുകാരെയും പടച്ച റബ്ബ് 2 വീട്ടിലും ഖൈറിലാക്കാതിരിക്കട്ടെ. നിങ്ങളാരും അവരുടെ സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. കണ്ണിയത്തിന്റെ ദുആ. കണ്ണിയത്ത് ഇങ്ങനെ ദുആ ചെയ്തതോടുകൂടി ഇവരാകെ ഹാലളകി. ഉടനെ സിറാജ് പത്രത്തിൽ വിശദീകരണം വന്നു. കണ്ണിയത്ത് ഉസ്താദ് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, 90 വയസ്സായല്ലോ അത്തും പിത്തുമായിട്ട് പറഞ്ഞതാണ്. ഇവരുടെ പ്രഭാഷകന്മാരെ നാടൊട്ടുക്കും പ്രസംഗിച്ചു. 90 വയസ്സ് കഴിഞ്ഞ കണ്ണിയത്ത് ഉസ്താദിന് ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു, ബുദ്ധിയുടെ സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു, അത്തും പിത്തുമായിട്ട് പറഞ്ഞതാണ്. ആരോ ചൊല്ലിക്കൊടുത്തത് ഏറ്റു പറഞ്ഞതാണ്. ഇത് കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞു. പിന്നെ മലപ്പുറത്ത് ഇപ്പോൾ സുന്നിമാരിൽ നിൽക്കുന്ന ആ സ്ഥലത്ത് ആദർശ വിശദീകരണ സമ്മേളനം. ആ സമ്മേളനത്തിലും കണ്ണിയത്ത് ദുആ ആവർത്തിച്ചു. ആ ദുആ ആവർത്തിച്ചിട്ട് കണ്ണിയത്ത് പറഞ്ഞു, ഇതെനിക്ക് ചൊല്ലിത്തന്നിട്ട് പറയുന്നതാണെന്ന് ചില കുട്ടികളോട് പ്രസംഗിക്കുന്നുണ്ട്. ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണ്. എനിക്ക് അത്തും വിത്തുമാണെന്നവർ പറയുന്നു, എന്നാൽ എനിക്കല്ല അത്തും വിത്തും, എനിക്ക് അത്തും വിത്തുമാണെന്ന് പറഞ്ഞവർക്കാണ് അത്തും വിത്തുമെന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തുറന്നടിച്ചു. 25 വർഷങ്ങൾക്ക് മുമ്പ് ആ വിഖ്യാതമായ പ്രാർത്ഥന ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പഴയ ഓഡിയോ റെക്കോർഡായതുകൊണ്ട് വലിയ വ്യക്തത ഉണ്ടാവണം എന്നില്ല, എന്നാലോ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും ചെയ്യും. നമ്മുടെ നിരവധി വേദികളിൽ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ആ ദുആയുടെ ശബ്ദം നിങ്ങളൊന്ന് കേട്ടു. അവരുടെ
പറഞ്ഞതാണെന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട്. അയാൾ അച്ഛൻ പറ്റുമായിട്ട് പറഞ്ഞതാണ് ശരിക്കൊള്ളു. അവിടെ അച്ഛൻ പറ്റുമായിട്ട് പറഞ്ഞ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്. അല്ലാഹു അവരെ മുഖം കൊടുക്കട്ടെ, എനിക്കെല്ലാത്തും വിത്തും അവർക്കാണത്തും വിത്തും മുസ്തജാബ് ദുആആയ അല്ലാഹുവിലേക്ക് കരമുയർത്തിയ കൈ തിരിച്ചു വെക്കുന്നതിന് മുമ്പ് ദുആ കിട്ടി, ഇജാബത്ത് കിട്ടിയ, ഉത്തരം കിട്ടിയ എത്രയോ അനുഭവങ്ങളുള്ള മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് പിന്നീട് അവരുടെ സംഘടനാ ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടത്. മുഖംകടലിന്റെ ഒരു പരമ്പര. ആ ദുആ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് തകർത്തു കളയണേ നല്ല ദുആ ചെയ്തത്. മുഖം കെടുക്കണേ, ഘട്ടം ഘട്ടമായി മുഖം കെട്ട് നാറുന്ന, നാണം കെട്ട് നാറുന്ന ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ദുആയുടെ ഒരു 25ാം വാർഷികമെന്നോണം ഈ വരുന്ന ഡിസംബർ 21-ാം തീയതി മലപ്പുറം സുന്നിമാലിന്റെ പരിസരത്ത് വെച്ച് സഖാഫികൾ ഒരു സംഗമം വെക്കുകയാണ്. നമ്മളല്ല, ഈ മുഖംകടല് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നാൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ തൗഫീഖ് കിട്ടിയ സഖാഫികൾ ഒരു സംഗമം വെക്കുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ഓരോ വർഷത്തെയും ഓരോ മുഖംകടലുകളെങ്കിലും കൃത്യമായി സമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സഖാഫി സമ്മേളനം സാന്ദർഭികമായി നിങ്ങളെല്ലാവരെയും 23-ാം തീയതി ആ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.